എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്സ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ ഫാക്ടോറിയൽ നൊട്ടേഷൻ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ 7.2 എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തായിരുന്നു. ഓക്കേ, അടുത്ത എന്താണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ പാഠത്തിന്റെ പേര് തന്നെ എന്താണ്? പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പെർമ്യൂട്ടേഷനെ പറ്റി പഠിച്ചില്ല. മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ബന്ധപ്പെട്ട എക്സസൈസ് 7.1 ചെയ്തു. പിന്നെ നമ്മൾ ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറയുന്ന പുതിയൊരു ഫാക്ടോറിയൽ എന്ന ടേം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കണക്കുകൾ നമ്മൾ ചെയ്യും. ഓക്കേ, എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്? ഓക്കേ, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ കുറച്ച് ഡിജിറ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 0 1 2 3 4 5. ഓക്കേ, ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ചെയ്തത്? ആ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഈ 5 നമ്പർ വെച്ചിട്ട് എത്ര 3 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് നമ്മൾ എന്താണ്? 3 ഡിജിറ്റ് നമ്പർ നമ്മൾ ഇവിടെ 100ന്റെ പ്ലേസ് ആണ്, ഇത് 10ന്റെ പ്ലേസ് ആണ്, ഇത് യൂണിറ്റ് പ്ലേസ് ആണ്, അല്ലെങ്കിൽ വൺസിന്റെ പ്ലേസ് ആണ്. ഓക്കേ, അപ്പോൾ ഇവിടെ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5. ഓക്കേ, അവിടെ നമ്മൾ എത്ര നമ്പർ ഇവിടെ 5 നമ്പർ പ്ലേസ് ചെയ്യാം. അപ്പോൾ 10ന്റെ പ്ലേസിൽ നമുക്ക് എത്ര പ്ലേസ് ചെയ്യാം? 4 പ്ലേസ് ചെയ്യാം. യൂണിറ്റ് പ്ലേസിൽ നമ്മൾ എത്ര പ്ലേസ് ചെയ്യും? 3 പ്ലേസ് ചെയ്യും. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര നമ്പേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ 3 ഡിജിറ്റ് ആണെങ്കിൽ അങ്ങനെ, 4 ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ എത്ര വരും? 5 4 3 2. റിപ്പീറ്റേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലായിരുന്നു എന്ത് ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. ഓക്കേ, അല്ല റിപ്പീറ്റേഷൻ ഉണ്ട്, റിപ്പീറ്റേഷൻ അലൗഡ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എത്ര എഴുതുമായിരുന്നു? ഇവിടെ എത്ര എണ്ണം തന്നെ ഈ ഇവിടെ 5 ഫില്ല് ചെയ്യായിരുന്നു, ഇവിടെ എത്ര എണ്ണം ഫില്ല് ചെയ്യുമായിരുന്നു? 5 ഫില്ല് ചെയ്യുമായിരുന്നു. ഓക്കേ, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇത് വെച്ച് നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ റൂൾ വെച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇത് പെർമ്യൂട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചെയ്യാൻ പോകുന്നത്. ഓക്കേ, എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന്? പെർമ്യൂട്ടേഷൻ എന്ന് പറയാൻ സിമ്പിൾ ആയിട്ട് ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മൾ പെർമ്യൂട്ടേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കേ, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ്. നമ്മുടെ കയ്യിൽ ഒരു n നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഞാൻ 6 ഒബ്ജക്റ്റ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പെർമ്യൂട്ടേഷൻ നമ്മുടെ കയ്യിൽ മൊത്തം എത്ര ഉണ്ടെന്ന് വിചാരിക്കാം? നമ്മുടെ കയ്യിൽ n ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് ഡിജിറ്റ് ആയിരിക്കാം. അതിൽ നിന്ന് ഞാൻ 6 ഒബ്ജക്റ്റ് എല്ലാം കൂടെ എടുക്കണമെന്നില്ല. അങ്ങനെ 6 ഒബ്ജക്റ്റ്, 6 എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനകത്തുള്ള എല്ലാ ഒബ്ജക്റ്റും എടുക്കാൻ 6 ഒബ്ജക്റ്റ് നമ്മൾ എടുക്കുകയാണ്. ഓക്കേ, 6 ഒബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നു എങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ, അവിടെ എത്ര പോസിബിൾ ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് ഉണ്ട്, എത്ര ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇനി മുതൽ പെർമ്യൂട്ടേഷൻ വഴി കണ്ടുപിടിക്കും. അതാണ് എന്താണ്? NPR. ഓക്കേ, എന്താണ്? മൊത്തം നമ്മുടെ കയ്യിൽ n ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 6 ഒബ്ജക്റ്റ് എടുക്കുന്നു എങ്കിൽ അവിടുത്തെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? NPR ആണ് അവിടുത്തെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്. ഓക്കേ, അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വേർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ്, 4 ഡിജിറ്റ് നമ്പേഴ്സ്, അതെന്താണോ അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് പെർമ്യൂട്ടേഷൻ വഴി കണ്ടുപിടിക്കും. എന്താണ്? NPR എന്ന് പറയുന്നത് മൊത്തം എത്ര ഒബ്ജക്റ്റ് ഉണ്ടെന്നാണ്. 6 എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. ഓക്കേ, അപ്പോൾ NPR എന്താണെന്നൊക്കെ നമ്മൾ ഇനി പഠിക്കും. അതാണ് റിപ്പീറ്റേഷൻ അലൗഡ് അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് NPR. റിപ്പീറ്റേഷൻ ഉള്ള കാര്യമല്ല, റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ NPR എന്ന് പറയുന്ന പെർമ്യൂട്ടേഷന്റെ അറേഞ്ച്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നു. അത് വെച്ചാണ് നമ്മൾ ഇനി കണക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് n ഉം r ഉം എപ്പോഴും ഒരു പോസിറ്റീവ് ഇന്റിജർ ആയിരിക്കും. ഇതിനായിരിക്കും n ഉം r ഉം എപ്പോഴും ഒരു പോസിറ്റീവ് ഇന്റിജർ ആണ് എന്നാണ് മനസ്സിലാക്കുക. n ഉം r ഉം എപ്പോഴും ഒരു പോസിറ്റീവ് ഇന്റിജർ ആണ്. പിന്നെ എപ്പോഴും n ന്റെ വാല്യൂ ആയിരിക്കും വലുത്. ഓക്കേ, n ന്റെ വാല്യൂ ആണ് എപ്പോഴും എന്ന് പറയുന്നത് വലുത്. ഒന്നേ n എപ്പോഴും വലുതാണ്. ഒന്നേ n ഉം r ഉം ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് n ആയിരിക്കും വലുത്. ഒരിക്കലും നമുക്ക് ഈ n ന്റെ സ്ഥാനത്ത് n എപ്പോഴും r നെക്കാട്ടും വലുതായിരിക്കണം, അല്ലെങ്കിൽ n ഉം r ഉം എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഒരിക്കലും n നെക്കാട്ടും r നെക്കാട്ടും ചെറിയ നമ്പർ ഇവിടെ വരാൻ പാടില്ല. ഓക്കേ, ഇതിനകത്ത് 6p2 ഇങ്ങനെ വരാൻ കുഴപ്പമില്ല. കാരണം ഇതാണ് n എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. r ന്റെ സ്ഥാനത്ത് എത്ര കിടക്കുന്നേ? 2 ആണ്. അത് പോസിബിൾ ആണ്. 6p6 എന്ന് എഴുതാം, അത് കുഴപ്പമില്ല. 6p7 ഇത് എന്തല്ല? പോസിബിൾ അല്ല. കാരണം ഇവിടെ n ന്റെ വാല്യൂ എത്രയാണ്?
6 ആണ്, r ന്റെ വാല്യൂ എത്രയാണ് 7 ആണ്. നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആരായിരിക്കണം വലുത്? n ആയിരിക്കണം എന്ത് വലുത്, അല്ലെങ്കിൽ n r ന് ഈക്വൽ ആയിരിക്കണം. ഇത് പോസിബിൾ അല്ല, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് പോസിബിൾ അല്ല. അപ്പൊ പറഞ്ഞു ആര് വലുത്? ഒന്നി n വലുതായിരിക്കണം ആരെക്കാട്ടും, r നെ കാട്ടും, അല്ലെങ്കിൽ അത് രണ്ടും എന്തിനായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. NP/r n greater than or equal to r, അല്ലെങ്കിൽ r ന്റെ വാല്യൂ r ടു r ഇടയിലായിരിക്കും. ഒന്നി 0 അല്ലെങ്കിൽ n നും ഇടയ്ക്കാണ് എന്നുള്ള കണ്ടീഷൻ ആണ്. ഓക്കേ, ചിലപ്പോൾ അത് ഈക്വലും ആവാം. അതാണ് കണ്ടീഷൻ. റിപ്പീറ്റേഷൻ അലൗഡ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റ്, ഇതാണ് പെർമ്യൂട്ടേഷന്റെ അറേഞ്ച്മെന്റ്. ഓക്കേ, ഇനി നമുക്ക് പറയാം. ഓക്കേ, നമ്മൾ കണക്കുകൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണെങ്കിൽ മാത്രമാണ് അത് എടുക്കുന്നത്. ഓക്കേ, എ പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ്, n ഡിഫറെന്റ് ഒബ്ജക്റ്റ് കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ടേക്ക് r at a time, ഒരു ടൈമിൽ നമ്മൾ r ഒബ്ജക്റ്റിനെ എടുക്കുന്നു. is എങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? അവിടെ NPR, അവിടെ റിപ്പീറ്റേഷൻ is എന്താണ്? not allowed. റിപ്പീറ്റേഷൻ എന്തല്ല? allowed അല്ല. ഓക്കേ, അവിടെ n ഉം r ഉം എന്താണ്? ഇന്റിജർ ആണ്. n എപ്പോഴും r നെക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ n r ന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കേ, നേരത്തെ പറഞ്ഞ ചോദ്യം, എന്റെ കയ്യിൽ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്, ഡിജിറ്റ് ഉണ്ട്, 1 2 3 4 5. ഇത് വെച്ചിട്ട് എനിക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചത്. എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? നേരത്തെ ആദ്യം പ്രിൻസിപ്പിൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നമ്മൾ ഇത് പഠിച്ചായിരുന്നു. റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് ആണ്. ഞാൻ പറയുന്നത് ഈ കണ്ടീഷൻ റിപ്പീറ്റേഷൻ അലൗഡ് അല്ല, നോട്ട് അലൗഡ് ആണ്. അങ്ങനെയെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്. ഓക്കേ, നമ്മൾ നേരത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുന്നു. ആ ബോക്സ് വെച്ചിട്ട് ഇതിനകത്ത് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് മൊത്തം എത്ര ഡിജിറ്റ് ഉണ്ട്? 5 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ ഞാൻ 5 എഴുതുന്നു. ഇവിടെ റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് 4 എഴുതുന്നു. ഇത് 3 എഴുതുന്നു. ഇത് 3 കൂടെ ഗുണിക്കുമ്പോൾ 5 × 4 × 3, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്. അവിടെ എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടെന്ന് നമുക്ക് അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കേ, ഇനി നമ്മൾ ഈ പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ച് എത്ര അറേഞ്ച്മെന്റ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിൽ മൊത്തം എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 ഡിജിറ്റ് ഉണ്ട്. മൊത്തം നമ്മുടെ കയ്യിൽ ഒബ്ജക്റ്റ് ഉണ്ടപ്പോഴ 5 ഒബ്ജക്റ്റ് ഉണ്ട്. ശരിയല്ലേ? എന്റെ കയ്യിൽ മൊത്തം 5 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ എത്ര ഒബ്ജക്റ്റ് ഉണ്ട്? 5 ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഞാൻ എത്ര ഒബ്ജക്റ്റിനെ എടുക്കുന്നു? അതിൽ ഞാൻ 3 ഒബ്ജക്റ്റിനെ എടുക്കുകയാണ്. 3 ഡിജിറ്റ് നമ്പർ ആണ് പോകുന്നത്. അപ്പൊ അതിൽ എത്ര ഒബ്ജക്റ്റ് എടുത്താൽ മതി? 3 ഒബ്ജക്റ്റിനെ എടുക്കുന്നു. അപ്പൊ അതിന് r is equal to എത്രയാണ്? 3. അതിൽ നിന്നും 3 ഒബ്ജക്റ്റിനെ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ n ഡിഫറെന്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ നിന്നും r ഒബ്ജക്റ്റിനെ എടുക്കുന്നു എങ്കിൽ അവിടുത്തെ പെർമ്യൂട്ടേഷൻ എന്താണ്? റിപ്പീറ്റേഷൻ ഇല്ല എങ്കിൽ എന്താണ്? NPR. NPR എന്ന് പറയുമ്പോൾ n എത്രയാണ്? 5, p എത്രയാണ്? P3. ഓക്കേ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? NPR ന്റെ ഇക്വേഷൻ അതൊക്കെ ഞാൻ പറയും. ജസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. പെർമ്യൂട്ടേഷൻ PR. ഓക്കേ, നമ്മൾ നേരത്തെ ചെയ്ത് ഇവിടെ കിട്ടുന്ന ആൻസറും ഇവിടുത്തെ കിട്ടുന്ന ആൻസറും സെയിം തന്നെയാണ്. എങ്ങനെ ഈ ആൻസർ കിട്ടുമെന്നുള്ളതാണ് ഈ നമ്മൾ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കേ, മൊത്തമുള്ള n ഒബ്ജക്റ്റ് അതിൽ 6 ഒബ്ജക്റ്റിനെ എടുക്കുന്നു. അപ്പോഴാണ് നമ്മുടെ പെർമ്യൂട്ടേഷൻ ഓഫ് അറേഞ്ച്മെന്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഓക്കേ, അടുത്ത കണ്ടീഷൻ ഇത് ഞാൻ വായിക്കുകയാണ്. ഈ സെയിം കണ്ടീഷൻ തന്നെ അടുത്ത പ്രോബ്ലത്തിലൂടെ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കേ, അടുത്തൊരു കണ്ടീഷൻ ആണ് റിപ്പീറ്റേഷൻ അലൗഡ് ആവുന്ന ഒരു കണ്ടീഷൻ ആണ് ഈ പറയുന്നത്. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്റ്റ്, മൊത്തം n ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ നിന്നും r ഒബ്ജക്റ്റ് എടുക്കുന്നു. നമ്മൾ റിപ്പീറ്റേഷൻ അലൗഡ് ആണെന്ന് വിചാരിക്കും. റിപ്പീറ്റേഷൻ ഉണ്ട്, റിപ്പീറ്റേഷൻ ഇല്ലാത്തതാണ് പെർമ്യൂട്ടേഷൻ ഈ കേസ് പറഞ്ഞത്. രണ്ടാമത്തെ കേസ് റിപ്പീറ്റേഷൻ ഇല്ല എങ്കിൽ അവിടുത്തെ ഇത് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എത്ര വേസ് നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് നമുക്ക് കിട്ടും എന്നുള്ള ഇക്വേഷൻ ആണ് n raised to r. n എന്ന് പറയുന്നത് ഈ എത്ര ഒബ്ജക്റ്റ് ഉണ്ട്, r എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കേ, റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ്? n raised to r. ഓക്കേ, അപ്പൊ ഇതിനകത്താണ് ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 1 2 3 4 5 നമ്പർ ഉണ്ട്. അത് വെച്ച് എത്ര 3 ഡിജിറ്റ് നമ്പർ റിപ്പീറ്റേഷൻ അലൗഡ് ആണ് എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിപ്പീറ്റേഷൻ അലൗഡ് ആണ് എങ്കിൽ ഇവിടെ നമ്മൾ എത്ര എഴുതും? 5 എഴുതും. ഇവിടെ എത്ര എഴുതും? 5 എഴുതും. ഇവിടെ എത്ര എഴുതും? 5 എഴുതും. അപ്പൊ ആൻസർ നമ്മൾ പറയുമ്പോൾ 5 × 5 × 5. ഓക്കേ, 5 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ന്റെ ക്യൂബ്. ആൻസർ എത്ര കിട്ടും? 125 വേസ്. 125 3 ഡിജിറ്റ് നമ്പർ റിപ്പീറ്റേഷൻ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്യാൻ പറ്റും. ഓർ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് number of permutation of n different objects are at a time, are taken at a time,
റിപ്പീറ്റേഷൻ അവിടെയാണ് അവിടെ ഷോർട്ട് കട്ട് ഉണ്ട്. ഏതാണ്? n റൈസ് ടു r. n എന്ന് പറയുമ്പോൾ മൊത്തം എത്രയുണ്ട്? 1 2 3 4 5. n എന്ന് പറയുന്നത് 5 ആണ്. അവിടെ നമ്മൾ എത്ര എടുക്കുന്നു? 3 എടുക്കുന്നു. അപ്പൊ r എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണ് എങ്കിൽ അവിടുത്തെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് n റൈസ് ടു r. n റൈസ് ടു r 5 ക്യൂബ്. ഓക്കേ, 5 എന്ന് പറയുന്നത് n ആണ്, റൈസ് ടു r എന്ന് പറഞ്ഞാൽ 3 ആണ്. ആൻസർ അവിടെ എത്രയാണ്? 125 ആണ്. ഓക്കേ, അപ്പൊ ഈ രീതിയിലുള്ള കണക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് നമ്മൾ എഴുതി വെച്ച കാര്യം പെർമ്യൂട്ടേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പെർമ്യൂട്ടേഷൻ ഓഫ് ഡിഫറെന്റ് ഒബ്ജക്റ്റ്, അതിൽ നിന്ന് ആ ഒബ്ജക്റ്റ് എടുക്കുന്നുവെങ്കിൽ അവിടുത്തെ അറേഞ്ച്മെന്റ് ആണ് NPR. അത് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് അല്ലാത്ത സന്ദർഭങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത്. അവിടെ n ഉം r എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അവിടുത്തെ n ന്റെ വാല്യൂ r നെക്കാളും കൂടുതലായിരിക്കും, ഗ്രേറ്റർ ഓർ ഈക്വൽ ടു r. അവിടുത്തെ r ഒബ്ജക്റ്റ് റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ അവിടെ n റൈസ് ടു r. മുമ്പ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് വെറൈറ്റി ആയിട്ട് കുറച്ച് കണക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ കണക്കാണ്, അല്ലാതെ കുറച്ച് കണക്കുകൾ ചെയ്യും. അപ്പൊ NPR എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, പെർമ്യൂട്ടേഷൻ ഇക്വേഷൻ, അതാണ് നമുക്ക് ഇനി അടുത്തത് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എന്താണ് പെർമ്യൂട്ടേഷൻ ഇക്വേഷൻ? ഓക്കേ, നമുക്ക് താഴോട്ട് തന്നെ അതിനകത്ത് എഴുതാം. അത് മാറ്റുക. പെർമ്യൂട്ടേഷൻ ഇക്വേഷൻ, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കാം. ഓക്കേ, പെർമ്യൂട്ടേഷൻ ഇക്വേഷൻ NPR നമ്മൾ പറഞ്ഞു. കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ 6p4 എന്നോ 7p5 എന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ NPR എന്ന ഇക്വേഷൻ ഇതാണ്, n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇതാണ് ഇക്വേഷൻ. ഇതാണ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇതാണ് NPR. ഓക്കേ, അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിലും പഠിക്കും. NPR is equal to n into n minus 1 into n minus 2 into ഇങ്ങനെ പോയി n minus r plus 1. ഓക്കേ, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്ററിലും ഇത് അടിക്കാൻ പറ്റും പെർമ്യൂട്ടേഷൻ. ഇങ്ങനെ ഈ രീതിയിലും കൂടുതൽ നമ്മൾ ഇതായിട്ടാണ് കണക്കുകളൊക്കെ ചെയ്യുന്നത്. ചില n-ന്റെയോ r-ന്റെയോ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യാറുണ്ട്. ഓക്കേ, പിന്നെ നമ്മൾ പഠിക്കുന്ന വേറെ എന്താണ്? NPN ന്റെ ആൻസർ എത്രയാണ്? ഓക്കേ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം NPN എത്രയാണ് എന്ന്. NPN എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇവിടെ n മൈനസ് r ഫാക്ടോറിയൽ ആണ് ബേസിക് ഇക്വേഷൻ. ഇവിടെ n ന്റെ സ്ഥാനത്ത് n തന്നെയാണ്, r ന്റെ സ്ഥാനത്ത് എത്ര കിടക്കുന്നേ? n ആണ്. അപ്പോൾ n മൈനസ് n ഫാക്ടോറിയൽ, അങ്ങനെയാണെങ്കിൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് n എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്തിനാണ്? n ഫാക്ടോറിയൽ. അതാണ് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, അതാണ്. ഓക്കേ, എന്താണ്? ഒന്നാമത്തെ NPR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആണ്, അല്ലെങ്കിൽ n into n minus 1 into n minus 2 into n minus 3 into എവിടെ വരെ പോകും? n minus r plus 1 വരെ പോകും. അങ്ങനെ കുറച്ച് പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയാം. എന്താണ് NPN എന്ന് പറഞ്ഞാൽ n factorial divided by n minus n factorial ആണ്. അതായത് n factorial divided by 0 factorial, n factorial divided by 1 എന്താണ്? n factorial. അതായത് NPN എന്ന് പറഞ്ഞാൽ എന്താണ്? n factorial ആണ്. ഉദാഹരണം 6p6 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 6 factorial. പെട്ടെന്ന് ചെയ്തുകൂടി. n ഉം r ഈക്വൽ ആവുന്ന കണ്ടീഷൻ. n ഉം r എന്ത് തന്നെയാണ്? n തന്നെ. ഓക്കേ, അതായത് n ഉം r ഈക്വൽ ആണ്. 7p7 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 factorial എന്നാണ്. 8p8 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ഫാക്ടോറിയൽ എന്നാണ്. അടുത്ത 10p10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഫാക്ടോറിയൽ. np എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ ആണ്. നമുക്ക് ഒരു കാര്യം കൂടി അതിനകത്ത് പഠിക്കേണ്ടി വരും. ഓക്കേ, അതിനകത്ത് ഒരെണ്ണം കൂടെ പഠിക്കുമ്പോൾ നമുക്ക് അത് വെച്ച് കണക്കുകളെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കേ, നാലാമത്തെ ഒരെണ്ണം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാനുള്ള കാര്യമാണ് എന്താണ്? NP0. ഓക്കേ, എന്താണ് NP0? NP0 ഇക്വേഷൻ വെച്ച് എങ്ങനെ എഴുതാം? NPR എന്നതിനാണ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. NP0 പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. n മൈനസ് r ഫാക്ടോറിയൽ ആണ് ബേസിക് ഇക്വേഷൻ. ഇവിടെ r ന്റെ സ്ഥാനത്ത് എത്ര കിടക്കുന്നേ? 0. അപ്പോൾ എന്താണ്? n മൈനസ് 0 ഫാക്ടോറിയൽ. ഓക്കേ, അപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? n തന്നെയാണ്. അപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ആൻസർ എത്രയാണ്? 1 ആണ്. ഓക്കേ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ NPR ബേസിക് ഇക്വേഷനിലാണ് NPR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. NPN എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ. NP0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഉദാഹരണം
6p0 ആൻസർ എത്ര 1 കാൽക്കുലേറ്റർ ഒന്നും അടിക്കാൻ നിൽക്കണ്ട അല്ലാതെ ഇതൊന്നും തന്നെ ചെയ്യണ്ട പെട്ടെന്ന് തന്നെ ചെയ്യാം 10p0 ആൻസർ എത്ര തന്നെയാണ് ആ 1 തന്നെയാണ് ഇപ്പോ 20p0 ആൻസർ എത്രയാണ് അപ്പൊ np0 ഓക്കേ np0 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ് 1 npn എന്ന് പറഞ്ഞ ആൻസർ n ഫാക്ടോറിയൽ npr എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ അത് വേറെ ഇക്വേഷൻ ഉണ്ട് n into n minus 1 into n minus 2 into n minus r plus ഓക്കേ ഇതാണ് പെർമ്യൂട്ടേഷന്റെ ബേസിക് നാല് പ്രധാനപ്പെട്ട ഈ പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി വരും പെർമ്യൂട്ടേഷൻ നോട്ട് അലൗഡ് വരുമ്പോഴാണ് നമ്മൾ പെർമ്യൂട്ടേഷന്റെ ബേസിക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് npr റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാന്ന് പറയുമ്പോൾ നമ്മൾ n raised to r വെച്ച് നമ്മൾ ചെയ്യും ഓക്കേ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ബേസിക് ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ കണക്കുകൾ ഈ ഇക്വേഷൻ ബന്ധപ്പെട്ട് ചെയ്തു നോക്കാം എന്നിട്ട് നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത ചെറിയൊരു പ്രോബ്ലം നമുക്ക് ഈ പെർമ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കില്ല നമ്മൾ അതൊന്ന് ചെയ്തു നോക്കാം ഓക്കേ ഒന്നാമത് 6p3 ഓക്കേ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട് അത് ഞാൻ മുകളിലോട്ട് എഴുതി പോവാം npr എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അറിയാവുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എന്താണ് n മൈനസ് r ഫാക്ടോറിയൽ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ or അല്ലെങ്കിൽ npr is equal to n into n minus 1 into n minus 2 into n minus r plus ഇതാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് എക്സ്പാൻഡബിൾ ഫോം ഇത് എക്സ്പാൻഡബിൾ ഫോം ആണ് ഷോർട്ട്കട്ട് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക npr എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n minus r ഫാക്ടോറിയൽ ആണ് അല്ലെങ്കിൽ npr is equal to n into n minus 1 into n minus 2 into അങ്ങനെ എവിടെ വരെ പോവാ n minus r plus 1 വരെ പോകും ഓക്കേ നമ്മൾ ഈ 6p3 ഓക്കേ അത് ഞാൻ ഇത് ചെയ്യുവാണ് ഇവിടെ n ന്റെ സ്ഥാനത്ത് 6 ആണ് r ന്റെ സ്ഥാനത്ത് എത്രയാണ് 3 ആണ് അപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n minus r ഫാക്ടോറിയൽ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും n ന്റെ സ്ഥാനത്ത് 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n minus r ഫാക്ടോറിയൽ n minus r by 6 minus 3 ഫാക്ടോറിയൽ എല്ലാവർക്കും അറിയാം 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എത്ര 3 ഫാക്ടോറിയൽ നമുക്കറിയാം ഓക്കേ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അറിയാലോ അപ്പോൾ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് അടിക്കാൻ 6 ഫാക്ടോറിയൽ കണ്ടുപിടിച്ചിട്ട് 3 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ 6 ഫാക്ടോറിയൽ ഡിനോമിനേറ്റർ കിടക്കുന്ന 3 ഫാക്ടോറിയൽ ടേംസിലോട്ട് കൊണ്ടുവരാം എങ്ങനെ കൊണ്ടുവരാം 6 into 5 into 4 into എന്താണ് 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ അല്ലേ 6 into 5 into 4 into 3 ഫാക്ടോറിയൽ രണ്ടുകൂടെ കട്ട് ചെയ്ത് കളയുമ്പോൾ 6 into 5 30 30 into 40 ആൻസർ റേറ്റ് ഓഫ് 120 ഓക്കേ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 6 minus 3 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ആൻസർ റേറ്റ് ഓഫ് 120 ഇതല്ല വേറെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം അതാണ് ഈ രീതിയിൽ നമുക്ക് നോക്കാം എവിടെ വരെ പോകും n into n minus 1 into n minus 2 into n minus r plus 1 അതുവഴി എങ്ങനെ 6p3 ചെയ്യാമെന്ന് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം n into n minus 1 into n minus എവിടെ വരെ പോകും നോക്കിയത് എവിടെ വരെ പോകും n minus r plus 1 വരെ പോകും n എത്രയാണ് 6 minus r എത്രയാണ് 3 plus 1 r ൽ 3 കുറച്ചാൽ എത്രയാണ് 3 3 plus 1 എത്രയാണ് 4 ഇത് എവിടെ വരെ പോകും 4 വരെ പോകും എവിടെ നിന്ന് തുടങ്ങണം n എന്ന് തുടങ്ങണം 6 into അടുത്ത നമുക്ക് എഴുതാം എത്ര 5 into എത്ര 4 ആൻസർ അത് എത്ര കിട്ടും 120 കിട്ടും ഓക്കേ ഇതൊക്കെ നമുക്ക് എഴുതാം ഈ രീതിയിൽ നമുക്ക് എഴുതാം ചില ക്വസ്റ്റ്യൻ ഈ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് n into n minus 1 into n minus 2 into n minus r plus 1 നെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാം 6p3 എന്ന് പറയുമ്പോൾ 6 into 5 into 4 അപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് തോന്നും 6 into 5 into 4 into 3 വരെയൊക്കെ പോകില്ലേ എന്ന് നമുക്ക് നോക്കേണ്ട അപ്പോൾ നമ്മളാണ് എവിടെ വരെ പോകുന്നത് n minus r plus 1 വരെ മൾട്ടിപ്ലൈ ചെയ്ത് പോകാനായിട്ട് പറ്റും n minus r എന്ന് പറയുമ്പോൾ 6 minus 3 എത്രയാണ് 3 ഓക്കേ അതിനോട് ഒന്ന് കൂട്ടുമ്പോൾ എത്ര കിട്ടും 4 അപ്പോൾ എവിടെ വരെ പോയാൽ മതി 4 വരെ പോയാൽ മതി ഫോർ എക്സാമ്പിൾ 7p4 എവിടെ വരെ പോകുമെന്ന് ചോദിച്ചാൽ എവിടെ വരെ പോകും 7 minus 4 എത്രയാ 3 അതിനോട് ഒന്ന് കൂട്ടുമ്പോൾ എത്ര 7 minus 4 3 ആണല്ലോ അതിനോട് ഒന്ന് കൂട്ടിയാൽ എത്ര 4 ഓക്കേ അപ്പോൾ എവിടെ വരെ പോകും 7 minus 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 ആണ് 3 plus അതായത് n minus r plus 1 7 minus 4 plus 1 7 minus 4 എല്ലാവർക്കും അറിയാം 3 plus 1 ഇവിടെ 4 വരെ പോകും 7 into 6 into 5 into 4 ഇതാണ് അതിന്റെ ആൻസർ ഓക്കേ അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ആണ്ടെ 6p4 എവിടെ വരെ പോകുമെന്ന് ചോദിച്ചാൽ എവിടെ വരെ പോകും 6 minus 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2
2 plus 1 എത്രയാണ് 2 plus 1 എത്രയാണ് 3 അതായത് 3 വരെ പോയ 6 into 5 into 4 into 3 അവിടെ വരെ എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും ഓക്കേ അപ്പോൾ 6p4 ഒക്കെ 6 into 5 into 4 ന് 3 വരെ വന്നത് 6 എന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും 2 2 plus 1 എത്രയാണ് 3 അവിടെ വരെ പോകണ്ട n minus r plus 1 വരെ പോകും ഓക്കേ n minus r എന്ന് പറയുമ്പോൾ 6 4 കുറച്ചാൽ 2 ആണ് 2 plus 1 3 ആണ് 7 എന്ന് 4 കൊടുത്താൽ 3 ആണ് 3 plus 1 4 ആണ് 6 എന്ന 3 കുറയ്ക്കുമ്പോൾ 3 ആണ് 3 plus 1 4 അപ്പോൾ 6 into 5 into 4 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതി നമുക്ക് പോകാൻ പറ്റും അവിടെ വരെ അതിന്റെ പെർമ്യൂട്ടേഷന്റെ നമുക്ക് അവിടെ വരെ അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് അതിന് എന്ത് കിട്ടുന്നത് ആൻസർ കിട്ടുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അതേ രീതി ചെയ്യാം ഈ ഇക്വേഷൻ ഞാൻ ചെയ്യുക npr എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 മൈനസ് 2 ഫാക്ടോറിയൽ ഓക്കേ അപ്പോൾ എത്രയാണ് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എല്ലാവർക്കും അറിയാം 2 ഫാക്ടോറിയൽ അപ്പോൾ ഈ 4 ഫാക്ടോറിയൽ വാല്യൂ കാൽക്കുലേറ്റ് അടിച്ചു നോക്കാൻ പറ്റും അപ്പോൾ ഒരു ആൻസർ കിട്ടും അല്ല നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം 4 into 5 into 4 into 3 into 2 ഫാക്ടോറിയൽ എഴുതാം ഡിനോമിനേറ്റർ 2 കട്ട് ചെയ്യുമ്പോൾ ആൻസർ 12 ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തതാണ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തന്നെ എന്താ പറയാ 4 ഫാക്ടോറിയൽ 24 ആണ് 2 ഫാക്ടോറിയൽ 2 ആണ് കാൽക്കുലേറ്റ് അടിച്ചു നോക്കുമ്പോൾ 24 by 2 12 അല്ല നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതി നോക്കാം 4p2 4p2 നേരത്തെ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക അപ്പോൾ n minus r plus 1 4 minus 2 2 plus 1 3 വരെ പോകും അപ്പോൾ 4 into 3 ഇനി എഴുതേണ്ട ആവശ്യമുണ്ടോ n into n minus 1 into n minus 2 into n minus r plus 1 നമ്മൾ തുടങ്ങുന്നത് ഇവിടെ തന്നെ ഇവിടെ നിന്നാണ് 4 നിന്നാണ് എവിടെ വരെ പോകും അതിന്റെ പ്രോഡക്റ്റ് എവിടെ വരെ എഴുതി പോകും അതാണ് ഞാൻ പറഞ്ഞത് എവിടെ വരെ എഴുതി പോകും n minus r plus 1 വരെ എഴുതി പോകും അതായത് ഇവിടെ n സ്ഥാനം 4 കിടക്കുന്നേ r ന്റെ സ്ഥാനത്ത് 2 അടക്കുന്നേ n minus r 4 ന് 2 കുറച്ചാൽ 2 കിട്ടും 2 plus 1 3 അപ്പോൾ എവിടെ വരെ പോകും 4 4 into 3 അപ്പോൾ അവിടെ നിർത്തിക്കോളാം 4 into 3 എത്രയാ 12 ഓക്കേ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഓക്കേ അടുത്തത് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞ റിലേഷൻ അതിനകത്തുണ്ട് എന്താണ് np5 5p5 അപ്പോൾ കുറച്ച് നമ്മൾ വേറെ കാര്യം പറഞ്ഞായിരുന്നു npn എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് n ഫാക്ടോറിയൽ npn എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ് അപ്പോൾ 5p5 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ആൻസർ 5 ഫാക്ടോറിയൽ ആണ് ഓക്കേ എന്താണ് npn എന്ന് പറഞ്ഞാൽ കുറച്ച് പറഞ്ഞു npn എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ തന്നെയാണ് ഓക്കേ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ഓക്കേ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താണ് 5 into 4 into 3 into 2 into 1 ഓക്കേ 5 into 4 20 20 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 60 60 into 2 എന്ന് പറഞ്ഞാൽ 120 120 into 1 എന്ന് പറഞ്ഞാൽ 120 ആൻസർ എത്ര തന്നെയാണ് 120 ഓക്കേ 6p0 ആൻസർ നമ്മൾ ആൻസർ ചെയ്ത ആൻസർ എത്രയാണ് 1 നമ്മൾ കുറച്ച് നമ്മൾ പറഞ്ഞു np0 അതിന്റെ ആൻസർ എത്രയാണ് 1 ആണ് അപ്പോൾ നമ്മൾ ഒന്ന് നോക്കിയത് എങ്ങനെയാണ് 1 വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 7p0 ആയാലും 10p0 ആയാലും 100p0 ആയാലും എപ്പോഴും ആൻസർ എത്ര തന്നെയാണ് 1 തന്നെയാണ് ഓക്കേ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് 5p2 ഓക്കേ 5p2 എന്ന് പറയുന്നത് np ആവുന്ന ഫോമിലാണ് n ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 മൈനസ് 2 ഫാക്ടോറിയൽ ഓക്കേ അതായത് 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം 5 into 4 into 3 factorial divided by 3 factorial 5 into 4 എന്ന് പറയുന്നത് എത്ര കിട്ടും 20 കിട്ടും ഓക്കേ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് മറ്റു രീതിയിൽ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 5p2 ഓക്കേ 5p2 എവിടെ 5p2 എന്ന് പറയുമ്പോൾ 5 എന്ന് തുടങ്ങി എവിടെ അവസാനിക്കും n minus r plus 1 വരെ അവസാനിക്കും 5 minus 2 എന്ന് പറഞ്ഞാൽ 3 ആണ് 3 plus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 ആണ് അപ്പോൾ എത്ര 5 into 4 ആൻസർ എത്ര കിട്ടും 20 കിട്ടും ഓക്കേ 20 ഓക്കേ ഇതാണ് പ്രധാനമായിട്ടുള്ള എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ വെച്ച് നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് കാൽക്കുലേറ്ററിലൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ വരുമ്പോൾ അത് അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് നമ്മൾ കണക്കുകൾ സ്പീഡിൽ ചെയ്യാൻ പറ്റുക ഈ രണ്ട് രീതിയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എഴുതുന്നത് പിന്നെ np എന്ന ഫോർമുല വന്ന n ഫാക്ടോറിയൽ ആണ് np0 എന്ന ഫോർമുല വന്ന 1 ആണ് നേരത്തെ പറഞ്ഞ 4 റിലേഷൻ വെച്ചുള്ള കണക്കുകളാണ് ബേസിക് കണക്കുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇത് വെച്ചുള്ള ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് നമ്മൾ കണക്ട് ചെയ്യാനുള്ളത് അങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇതുവരെ എക്സാമിൽ എന്ത് ചെയ്തിട്ടില്ല ചോദിച്ചിട്ടില്ല ഓക്കേ
നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യനോട് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുപാട് പെർമ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻ ബേസിക് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോ ചെയ്യും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പെർമ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ഈ ടൈപ്പ് പ്രോബ്ലം ആണ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്നത്. ഓക്കേ, find the number of three letter word which can be formed by the letters of the word number. Okay, നമ്പർ എന്ന് പറയുന്ന വേർഡ് ലെറ്റേഴ്സ് ഉപയോഗിച്ച ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഏത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്പർ എന്ന വേർഡ് അല്ല ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര 3 ലെറ്റർ വേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കേ, നമ്പർ എന്ന വേർഡ്, ഓക്കേ, നമ്പർ എന്ന വേർഡ് ഞാൻ ഇവിടെ എടുത്ത് എഴുതുവാണേ. നമ്പർ എന്ന വേർഡിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? നമ്പർ എന്ന വേർഡിനകത്ത് 6 ഡിഫറെന്റ് ലെറ്റേഴ്സ് ഉണ്ട്. 6 ഡിഫറെന്റ് ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? 6 ഡിഫറെന്റ് ലെറ്റേഴ്സ് ഉണ്ട്. നമ്പർ എന്ന് പറയുന്ന വേർഡ്, ഓക്കേ, NUMBER നമ്പർ എന്ന വേർഡ്. അതിന് നമ്മൾ എത്ര പേരുള്ള ലെറ്റർ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്? എത്ര ലെറ്ററുള്ള വേർഡാണ് നമുക്ക് ഉണ്ടാക്കുന്നത്? 3 ലെറ്ററുള്ള വേർഡ് ഉണ്ടാക്കുക. അതായത് 3 ലെറ്റർ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു. 3 ലെറ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ്. 6 എണ്ണത്തിന് നമുക്ക് 6ന്റെ ആവശ്യമില്ല, അപ്പൊ 3 എണ്ണം മതി. മൊത്തം എത്ര ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ മൊത്തം എത്ര 6 ഒബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ 6 ലെറ്റേഴ്സ്. ഇവിടെ ഒബ്ജക്റ്റിന് പല ലെറ്റേഴ്സ് ആവുന്നേക്കുന്നത്. അതിൽ എത്ര ലെറ്റേഴ്സ് ഞാൻ എടുക്കണം, എത്ര ഒബ്ജക്റ്റ് എത്ര ലെറ്റേഴ്സ് ഞാൻ ടേക്ക് ചെയ്യണം? അവിടെ 3 ലെറ്റേഴ്സ് ഞാൻ എന്ത് ചെയ്യണം, ടേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര വേർഡ്സ് ഫോം ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് വേർഡ്സ് ഫോംഡ് ഈക്വൽ ടു formed is equal to number of words formed is equal to എന്താണ് പെർമ്യൂട്ടേഷന്റെ അറേഞ്ച്മെന്റ് സൂചിപ്പിക്കുന്നതിനാണ് NPR. നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് NPR. n എന്ന് പറയുന്നത് മൊത്തം എത്രയുണ്ട്? 6 ഉണ്ട്. 6p. r എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പോൾ എത്ര? 6p3. ഓക്കേ, 6p3. ഓക്കേ, എന്താണ് 6p3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. 6p3 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താണ് 6 - 3 ഫാക്ടോറിയൽ. അതായത് 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ എത്ര? 6 ഫാക്ടോറിയൽ 6 into 5 into 4 into 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. കട്ട് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 120 എന്ന് കിട്ടും. ഓക്കേ, അല്ലാതെ നമുക്ക് 6 - 3 + 1 അതായത് ഈ 6p3 നമുക്ക് മറ്റേ രീതിയിൽ എഴുതുമ്പോൾ 6 into 6 - 3 ആണ് 3 3 + 1 4 5 - r + 1 വഴി 6 into 5 into 4 എത്ര? അത് എത്ര വരെ എഴുതി പോകും? 120 വരെ എഴുതി നിർത്താം. ഓക്കേ, ഈ രീതിയിലോ ചെയ്താൽ എത്ര അറേഞ്ച്മെന്റ് ഉണ്ട്? 6p3 ആയിട്ട് പെട്ടെന്ന് നമുക്ക് 6p3 ആയിട്ട് കാൽക്കുലേറ്റർ എടുക്കാൻ പറ്റും. പക്ഷേ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ നമ്മൾ ബോക്സ് വരച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ചെയ്തായിരുന്നു. നമ്മുടെ കയ്യിൽ മൊത്തം നമ്പർ എന്നതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ് ഉണ്ട്. റെപ്പിറ്റേഷൻ അലൗഡ് അല്ല. ഓക്കേ, അവർ പലരും പറയുന്നുണ്ട് എത്ര 3 ലെറ്റേഴ്സ് വേർഡ് ഫോം ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. റെപ്പിറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് ആണ് കേട്ടോ. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ഇവിടെ നമ്മൾ എത്ര എഴുതും? 5. ഇവിടെ എത്ര എഴുതും? 4. ഓക്കേ, റെപ്പിറ്റേഷൻ അലൗഡ് അല്ല. അങ്ങനെയാണെങ്കിൽ 6 into 5 into 4 അങ്ങനെയാണ്. പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ മൊത്തം 6 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ 3 ലെറ്റേഴ്സ് എടുക്കണം. പെട്ടെന്ന് ആൻസർ കിട്ടും 6p3. ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ അത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കയ്യിൽ മൊത്തം 6 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ 3 ലെറ്റേഴ്സ് ഉള്ള എത്ര വേർഡ് ഫോം ചെയ്യുമ്പോൾ ആൻസർ 6p3 ആണ്. അത് പെട്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് അടിക്കുമ്പോഴും അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കേ, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പെട്ടെന്ന് നമുക്ക് ആൻസർ എഴുതാം. എന്താണ്? നമ്പേഴ്സ് ഓഫ് വേർഡ് ഫോംഡ്. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് എഴുതാം. നമ്പേഴ്സ് ഓഫ് വേർഡ് ഫോംഡ് ഈസ് ഈക്വൽ ടു 6p3 എന്ന് എഴുതാം. 6p3 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എത്ര മിനിറ്റ് കിട്ടും? 120 മിനിറ്റ്. ഓക്കേ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പെർമ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേഷൻ, അതുമായി എന്താ റെപ്പിറ്റേഷൻ അലൗഡ് അല്ലാത്ത ചില ക്വസ്റ്റ്യൻസ് ആണ് ഈ റെപ്പിറ്റേഷൻ അലൗഡ് ആവുന്നതുകൊണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ പ്രോബ്ലം ആയിട്ട് വരും. ഓക്കേ, ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേ. ഓക്കേ, ശരി.